ഹായ്, അപ്പോൾ നമ്മുടെ ഇമ്പെക്സിൻ്റെ 2.1 ഹോം തിയേറ്റർ കംപ്ലൈൻറ്റ് നോക്കണം നിങ്ങളെ കാണിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് കാണാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്റ്റാറിൻ്റെ സ്ക്രൂ ഒക്കെ റിമൂവ് ചെയ്യണം. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പറയുന്നത് ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല, അല്ലാതെ ഇത് സിസ്റ്റം ഇതേപോലെ ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വയമായിട്ട് നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഈ പ്ലഗ് നമ്മൾ കറണ്ടിൽ കുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ്, ഇതേപോലെ അടിക്കുമ്പോഴത്തേക്കും നമ്മളത് റിമൂവ് ചെയ്യൂല. അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്യാതിരിക്കുമ്പോ നമുക്ക് നല്ലതുപോലെ ഷോക്ക് ആയിരിക്കും. അപ്പൊ അത് ഭയങ്കര ഒരു അപകടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, പ്ലഗ് റിമൂവ് ചെയ്തിട്ട് മാത്രം ഇതേപോലെയുള്ള സിസ്റ്റത്തിന്റെ ബോർഡുകൾ അഴിച്ച് പണിയാൻ ശ്രമിക്കുക. ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതിന്റെ സ്ക്രൂകളെല്ലാം അടിച്ചിട്ടുണ്ട്. ഇതിന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം. ഇതിനകത്ത് ഇതിന്റെ കസ്റ്റമർ നമ്മോട് പറഞ്ഞത് ഇത് കുറെ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സിസ്റ്റം വരുന്നെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അകത്ത് എലി കൂട് വെച്ചിട്ടുണ്ട്. അപ്പൊ എലിയുടെ ഒരു കൂട് അതിനകത്ത് ഇരിപ്പുണ്ട്. എലിയൊന്നുമില്ല, എലി കൂട് വെച്ചിട്ടുണ്ട്. അപ്പൊ എലി സബ് വൂഫറിന്റെ ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ് വർക്ക് ചെയ്യണില്ല. അപ്പൊ സബ് വൂഫറിന്റെ വയറ് എലി കട്ട് ചെയ്തേക്കണേണ്. അപ്പൊ എലിയുടെ കൂട് ഇതിനകത്തുണ്ട്, അത് കാണിച്ചു തരാം. മാക്സിമം എലിയുടെ കൂടൊക്കെ നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് എടുത്ത് കളയാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവരും സംശയമാണ് എങ്ങനെയാണ് ഇതിനകത്ത് എലി കൂട് വെക്കണേന്ന്. അപ്പൊ എലി കൂട് വെക്കണത് ഇതിന്റെ എയർ ഹോൾ വഴി, ഈ എയർ ഹോൾ വഴിയാണ് അകത്തേക്ക് പോകുന്നത്. അപ്പൊ മിക്ക കമ്പനിയിലും ഈ എയർ ഹോളിന്റെ ഉള്ളിൽ അകത്തൊരു സ്റ്റോപ്പർ ഉണ്ടാവും. അപ്പൊ ചില കമ്പനിക്ക് അത് ഉണ്ടാവില്ല. അപ്പൊ വർക്ക് ചെയ്യാതിരിക്കുമ്പോ എന്തായാലും പാറ്റ അത് കൂട് വെക്കും. അങ്ങനെ കയറുമ്പോഴാണ് ഈ ബോഡിയിൽ ഡാമേജ് വരുന്നത്. നമ്മള് ഇതിന്റെ ഊഫറിന്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമ്മള് കാണാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് അറിയാൻ പാടില്ല. ഇനി ഊഫറിന് ഇത് കൊടുത്താലേ ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് ബാക്കി കാണാം. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ നിലവിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാതെ. അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതെന്തായാലും ഇൻസ്റ്റലേഷനൊക്കെ ചെയ്യും. ഇത് രണ്ടും ടച്ചാവാത്ത രീതിയിൽ മാറ്റി വെക്കണം. ഇത് നമ്മളിതൊന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതിൽ നല്ലതുപോലെ ഇൻസുലേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഓണാണ്. അപ്പം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓണാക്കിയിട്ടിട്ട് ഒരിക്കലും ബോർഡിൻ്റെ ഉള്ളിൽ തൊടരുത്. ഇപ്പോൾ ബ്ലൂടൂത്ത് ഓണായിട്ടുണ്ട്, ഫോണിലോട്ട് ഇനി കണക്ട് ചെയ്താൽ മതി.
ബ്ലൂടൂത്ത് കണക്ട് ആയിട്ടുണ്ട്. നമ്മളൊരു സോങ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടാ. ഇതിന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇതിനകത്ത് വയറ് കട്ട് ചെയ്തേക്കണോണ്ടാണ് ഇതിന്റെ കംപ്ലൈന്റ്. ഇതിന്റെ സബ് വർക്ക് ചെയ്യാതിരുന്നത്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും പ്ലഗ് ഡിസ്കണക്ട് ചെയ്തിട്ട് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഷോക്ക് നല്ലതുപോലെ ആയിരിക്കും. കാര്യം എപ്പോഴും ബോർഡൊക്കെ ഇതേപോലെ ഊരിയിട്ടൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇതിനെപ്പറ്റി കുറച്ചുകൂടി അറിവുള്ള ആൾക്കാർ ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികളൊന്നും ചെയ്യാനായിട്ട് അനുകരിക്കരുത്. കാര്യം കറണ്ടിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് നല്ല രീതിക്കുള്ളൊരു അപകടം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ചാനലിൻ്റെ പേര് മറക്കണ്ട, A&S ഫുഡ് ടെക്നോളജി. നമ്മൾ ഇനി അടുത്ത വീഡിയോ ഇതിന് നല്ലൊരു വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ വന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത് കാണുക. ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാൻ ശ്രമിക്കുക. മാക്സിമം സപ്പോർട്ട് തരിക. എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.